ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. മാന്യ പ്രേക്ഷകർക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് കാണാത്ത യാഥാർത്ഥ്യങ്ങൾ, അൺസീൻ റിയാലിറ്റീസ്. മനുഷ്യൻ കാണുന്ന യാഥാർത്ഥ്യങ്ങളുണ്ട്, എന്നാൽ മനുഷ്യന് കാണാത്ത യാഥാർത്ഥ്യങ്ങളുമുണ്ട്. അതിന് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം പുസ്തകം 4-ാം അധ്യായം 16-17 വാക്യങ്ങൾ വായിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ ഖനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകും. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ഈ വാക്യത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്ന കാണാത്ത നിത്യമായ കാര്യത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നതെന്ന് എനിക്കറിയാം. എന്നാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു തത്വമാണ് പറയുന്നത്. കാണുന്ന കാര്യങ്ങളും ഉണ്ട്, കാണാത്ത കാര്യങ്ങളും ഉണ്ട്. നമ്മൾ കാണുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമായതുപോലെ തന്നെ നമ്മൾ കാണാത്ത യാഥാർത്ഥ്യങ്ങളുണ്ട്. അത് നമ്മൾ കണ്ടില്ല എന്നതുകൊണ്ട് അതില്ല എന്നർത്ഥമാകുന്നില്ല. മനുഷ്യൻ തൻ്റെ കാഴ്ചയ്ക്ക് ഉപയോഗിക്കുന്നത് മനുഷ്യൻ്റെ കണ്ണ്. നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച കൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ കാണുന്നത്. നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങൾ കാണുന്ന യാഥാർത്ഥ്യങ്ങളാണ്. എന്നാൽ 16-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. അപ്പം അവിടെ അകമേയുള്ള മനുഷ്യനെന്നും പുറമേയുള്ള മനുഷ്യനെന്നും പറയും. രണ്ടും നമ്മളെക്കുറിച്ച് തന്നെ പറയുന്നത്. അഥവാ നമ്മുടെ പുറമേ കാണുന്ന നമ്മൾ, അതാ പുറമേയുള്ള മനുഷ്യൻ. പക്ഷെ കാണാൻ പറ്റാത്ത ഞാൻ എൻ്റെ ഉള്ളിലുണ്ട്, അതാ എൻ്റെ അകത്തെ മനുഷ്യൻ. അപ്പോൾ പുറമേയുള്ള മനുഷ്യന് പുറം കണ്ണുണ്ട്. ആ പുറം കണ്ണുകൊണ്ട് കാര്യങ്ങൾ കാണുന്നു. അകമേയുള്ള മനുഷ്യൻ പുറം കണ്ണുകൊണ്ടല്ല കാര്യങ്ങൾ കാണുന്നത്, അവൻ്റെ അകത്തെ കണ്ണുകൊണ്ടാണ് കാണുന്നത്. ആത്മക്കണ്ണുകൾ കൊണ്ടാണ് കാണുന്നത്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത കാര്യങ്ങൾ ആത്മീയൻ അവൻ്റെ ആത്മക്കണ്ണുകൊണ്ട് കാണാൻ തുടങ്ങും. അതുകൊണ്ടാണ് ആളുകളുടെ കാഴ്ചപ്പാടിൽ വ്യത്യാസമുള്ളത്. ചില ആളുകൾ ഭൗതിക വീക്ഷണം മാത്രമേ ഉള്ളൂ. അവരുടെ പുറമേയുള്ള കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങൾ മാത്രമേ അവരറിയുന്നുള്ളൂ, കാണുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ അവർ പ്രതികരിക്കുന്നു, അവർ റിയാക്ട് ചെയ്യുന്നു. പുറമേ കാണുന്ന ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യങ്ങളുണ്ട്, അത് കണ്ടവർ ഭയപ്പെടുന്നു. എന്നാൽ ചിലർ ആ ഭയത്തിനപ്പുറം അവർ അകമേയുള്ള കണ്ണുകൊണ്ട് ദൈവത്തെ കാണും. അപ്പോൾ അവരുടെ ഭയം മാറും. പുറമേയുള്ള കണ്ണുകൊണ്ട് മനുഷ്യൻ അവൻ്റെ ഇല്ലായ്മകൾ കാണുന്നു, അവൻ്റെ പ്രശ്നങ്ങൾ കാണും. ആത്മീയൻ അവൻ്റെ അകത്തെ കണ്ണുകൊണ്ട് ദൈവത്തിൻ്റെ വഴികൾ കാണുന്നു, ദൈവത്തിൻ്റെ പരിഹാരങ്ങൾ കാണും. പുറമേയുള്ള കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്, വസ്തുതകളാണ്. പക്ഷെ നാം കാണാത്ത കാര്യങ്ങളുണ്ട്. എല്ലാം നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുകയില്ല. അതാ പൗലോസ് പറയുന്നത്, ഞങ്ങൾ കാഴ്ചയാൽ അല്ല, ഞങ്ങൾ വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. അപ്പോൾ പുറം കണ്ണുകൊണ്ട് കാണുന്നതിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കാൻ പറ്റിയല്ല. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യർ അധൈര്യപ്പെട്ടു പോകും, നിരാശപ്പെട്ടു പോകും, ക്ലേശപ്പെട്ടു പോകും. കാരണം പുറമേ കാണുന്നതൊക്കെ പ്രശ്നങ്ങൾ, ഇല്ലായ്മകൾ, പ്രതിസന്ധികളൊക്കെയാണ് കാണുന്നത്. എപ്പോഴും അത് മാത്രം കാണുന്ന മനുഷ്യൻ അധൈര്യപ്പെട്ടു പോകും. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ എന്ന് പറയുന്നു.
അപ്പോൾ പുറമേ ഇല്ലായ്മകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പീഡനങ്ങളും ഒക്കെ കാണുമ്പോൾ തന്നെ അധൈര്യപ്പെടാതിരിക്കണമെങ്കിൽ അകത്തെ കണ്ണ് പ്രകാശിക്കണം. എന്നാൽ പിശാച് ചെയ്യുന്ന ഏറ്റവും വലിയ തന്ത്രം മനുഷ്യൻ്റെ അകത്തെ കണ്ണിൻ്റെ കാഴ്ച കുരുടാക്കി കളയുക. നമ്മൾ വായിച്ച അധ്യായത്തിൽ നിന്ന് 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അകത്തെ കണ്ണ് കുരുടാക്കി. അകക്കണ്ണുകൊണ്ട് കാണാൻ കഴിയാതെ ആ കണ്ണങ്ങ് കുരുടാക്കിക്കളഞ്ഞു. അപ്പം അവിശ്വാസിയായ ഒരു മനുഷ്യന് അവൻ്റെ പുറമേയുള്ള കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങളെ കാണാൻ പറ്റും. എന്നാൽ വിശ്വാസിയായ ഒരാൾക്ക് ഈ കാണുന്നതല്ല, ഇതിൻ്റെ പുറകിൽ കാണാത്ത കാര്യങ്ങളുണ്ടെന്നൊരു ബോധ്യമുണ്ട്. കാണുന്ന ഏത് യാഥാർത്ഥ്യത്തിൻ്റെയും പിറകിൽ കാണാത്ത ഒരു യാഥാർത്ഥ്യമുണ്ട്. അത് നഗ്നനേത്രം കൊണ്ട് കാണാൻ പറ്റിയല്ല, ആത്മക്കണ്ണുകൊണ്ടേ കാണാൻ പറ്റും. ആ കണ്ണ് പ്രകാശിച്ചവനാണ് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുന്നത്, ദൈവത്തിൻ്റെ വഴികൾ കാണുന്നത്, ദൈവത്തിൻ്റെ കരുതലുകൾ കാണുന്നത്. ദൈവം കാണുന്നത് പോലെ കാര്യങ്ങളെ കാണാൻ തുടങ്ങും. ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ള ബോധ്യമുണ്ടാകും. അതുകൊണ്ടാണ് പൗലോസ് പ്രതിസന്ധിയിൽ പറയും, ആകയാൽ ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം മാത്രമല്ല പൗലോസ് കാണുന്നത്, എല്ലാ പ്രതികൂലത്തിൻ്റെ നടുവിൽ അനുകൂലമായി നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. താൻ എഫെസോസിലേക്ക് പോകുന്നതിനെക്കുറിച്ച്, തനിക്ക് ലഭിച്ച കാഴ്ചപ്പാടിനെക്കുറിച്ച് പൗലോസ് പറയുമ്പോഴും പറയുന്നുണ്ട്, വലുതും സഫലവുമായ ഒരു വാതിൽ ദൈവം തുറന്നിരിക്കുന്നു, എതിരാളികളും പലരുണ്ട്. പുറമേയുള്ള കണ്ണ് എതിരാളിയെ കാണിച്ചു തരും, പക്ഷെ അകക്കണ്ണ് ദർശനം പറയും, ഇത് ദൈവം തുറന്ന വഴിയാണ്, ദൈവം ഒരു വഴി തുറന്നേക്കുക, ആ വഴിയിലൂടെ പോകുമ്പോൾ ദൈവം എൻ്റെ കൂടെയുണ്ട്. ദൈവം തുറന്നതാണെങ്കിൽ വേറെ ആർക്കും അടയ്ക്കാൻ പറ്റില്ല. കാരണം ആർക്കും അടയ്ക്കാൻ കഴിയാതെ വണ്ണം തുറക്കുന്ന ദാവീദിൻ്റെ താക്കോലുള്ളവനാണ് പറയുന്നത്, ഞാനൊരു വഴി തുറന്നിരിക്കുകയാണ്. ഏതടഞ്ഞ വാതിലിൻ്റെ മുൻപിൽ അകക്കണ്ണ് പറയും, പിശാച് അടച്ച ഈ വഴി എൻ്റെ ദൈവം തുറന്നു തരും. സങ്കീർത്തനക്കാരൻ അതുകൊണ്ടല്ലയോ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ നിൻ്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ കാണേണ്ടതിന് എൻ്റെ കണ്ണ് തുറക്കണേ. അതേത് കണ്ണ് തുറക്കുന്ന കാര്യമാണ്? അകക്കണ്ണ് തുറക്കണം. ദൈവത്തിൻ്റെ അത്ഭുതം കാണുന്ന ഒരു കണ്ണുണ്ട്. ഒരിക്കൽ ഏലിശ തൻ്റെ ശിഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ ദൈവമേ ഇവൻ്റെ കണ്ണൊന്ന് തുറക്കണേ. ആ ഭാഗത്തേക്ക് നമുക്ക് വീണ്ടും വരാം. ബർത്തിമായെ പോലെ കുരുട്ട് കണ്ണുള്ളൊരു മനുഷ്യനായിരുന്നില്ല അത്. ബർത്തിമായുടെ കണ്ണ് തുറന്ന പോലെ തുറക്കണമെന്നല്ല പറയുന്നത്. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്നതിനപ്പുറം, ആ യാഥാർത്ഥ്യങ്ങൾക്കപ്പുറം അകത്തെ കണ്ണുകൊണ്ട് കാണത്തക്കവണ്ണം അകക്കണ്ണ് തുറക്കണേ. വിശ്വാസത്തിൻ്റെ കണ്ണ് തുറക്കണമേ, ആത്മക്കണ്ണ് തുറക്കണമേ. പ്രതികൂലത്തിൻ്റെ നടുവിൽ അനുകൂലം കാണുന്ന, ഇല്ലായ്മയുടെ നടുവിൽ സമൃദ്ധി കാണുന്ന, രോഗത്തിൻ്റെ മുൻപിൽ ആരോഗ്യം കാണുന്ന, ദാരിദ്ര്യത്തിൻ്റെ മുൻപിൽ സമൃദ്ധി കാണുന്ന, കഷ്ടതയുടെ മുൻപിൽ സന്തോഷം കാണുന്ന വേറൊരു കണ്ണ് തുറക്കണം. കാണാത്ത യാഥാർത്ഥ്യങ്ങളെ കാണുന്ന കണ്ണ് തുറക്കണം. അബ്രഹാമും ഇസഹാക്കും ഒരുമിച്ച് പോകുന്ന സമയം അബ്രഹാം ഇസഹാക്കിനെ ബലി കഴിപ്പാൻ പോവുകയാണ്. പോകുന്ന യാത്രയിൽ ഇസഹാക്ക് ദർശിച്ചൊരു കാര്യമുണ്ട്. അപ്പ തീയുണ്ട്, വിറകുണ്ട്, പക്ഷേ കാണാത്തൊരു കാര്യമുണ്ട്. യാഗത്തിന് ആവശ്യമുള്ള വിറക് നഗ്നനേത്രങ്ങൾ കണ്ടു. വിറകുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്.
പക്ഷേ ഈ കണ്ണുകൊണ്ട് നോക്കി അവിടെ വേണ്ടി വേറൊരു കാര്യം കാണുന്നില്ല. ആട്ടിൻകുട്ടിയെ കാണുന്നില്ല. ആട്ടിൻകുട്ടി ഇല്ലെന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അത് കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അവൻ്റെ പുറംകണ്ണ് പറയുന്നു ആട്ടിൻകുട്ടി ഇല്ല, ഇവിടെ ഒരു കുറവ് ഉണ്ട്, ഇവിടെ ഒരു ഇല്ലായ്മ ഉണ്ട്, പരിഹാരമില്ലാത്ത ഒരു പ്രശ്നം ഉണ്ട്. അവൻ്റെ കണ്ണുകൊണ്ട് നോക്കിയിട്ട് കാണാൻ വയ്യാത്തത് കൊണ്ട് ഇസഹാക്ക് അപ്പനോട് ചോദിച്ചു, അപ്പ ആട്ടിൻകുട്ടി എവിടാ? ഞാൻ നോക്കിയിട്ടെങ്ങും കാണുന്നില്ല, ഞാൻ ആട്ടിൻകുട്ടിയെ കാണുന്നില്ല. പക്ഷേ അബ്രഹാം പറഞ്ഞു, ദൈവം കരുതിക്കൊള്ളും. ആട്ടിൻകുട്ടി ഇല്ല എന്നുള്ളത് കാണുന്ന യാഥാർത്ഥ്യം, ദൈവം കരുതും എന്നുള്ളത് കാണാത്ത യാഥാർത്ഥ്യം. രണ്ടും യാഥാർത്ഥ്യമാണ്, രണ്ടും ശരിയാണ്. ആട്ടിൻകുട്ടി ഇല്ലെന്ന് പറഞ്ഞതും ശരിയാണ്, ദൈവം കരുതുമെന്ന് പറഞ്ഞതും ശരിയാണ്. ആ ദൈവത്തിൻ്റെ കരുതൽ കണ്ടത് എങ്ങനെയാണ്? ഇല്ലായ്മ കണ്ടത് നഗ്നനേത്രങ്ങൾ കൊണ്ടാണ്. പക്ഷെ കരുതൽ കണ്ടത് വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ടാണ്. പുറമേയുള്ള കണ്ണ് പറയുന്നതിനപ്പുറം വിശ്വാസത്തിൻ്റെ കണ്ണ് പറയുന്നു, എന്തില്ലയോ അത് ദൈവം കരുതിക്കൊള്ളും. അതാവശ്യം ഉള്ളതെങ്കിൽ ആവശ്യമുള്ള സമയത്ത് ദൈവം കരുതിക്കൊള്ളും. അത് അബ്രഹാം കണ്ടു. ഇസഹാക്ക് കാണാത്ത ഒരു കാര്യം അബ്രഹാം കണ്ടു. കാണാത്ത ഒരു യാഥാർത്ഥ്യത്തെ അബ്രഹാം കണ്ടു. ഉൽപ്പത്തി 22:13 നമ്മൾ വായിക്കുന്നുണ്ട്, അബ്രഹാം തല പൊക്കി നോക്കിയപ്പോൾ ആട്ടിൻകുട്ടി കൊമ്പ് കാട്ടുവള്ളിയിൽ കുരുങ്ങി അവിടെ കിടപ്പുണ്ട്. ഇപ്പോഴാണ് ഈ കണ്ണുകൊണ്ട് അബ്രഹാം അത് കാണുന്നത്. പക്ഷേ തൻ്റെ പുറമേയുള്ള കണ്ണുകൊണ്ട് ഈ ആട്ടിൻകുട്ടിയെ കാണുന്നതിന് മുമ്പ് തന്നെ വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് അബ്രഹാം ഈ ആട്ടിൻകുട്ടിയെ കണ്ടു. അപ്പോൾ വിശ്വാസത്തിൻ്റെ കണ്ണ് തെളിഞ്ഞു കഴിയുമ്പോൾ ദൈവം ഒരുക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ കാണാൻ തുടങ്ങും. എൻ്റെ ദൈവം കരുതിക്കൊള്ളും, എൻ്റെ ദൈവം തക്ക സമയത്ത് പ്രവർത്തിക്കും. അതാണ് കാണാത്ത യാഥാർത്ഥ്യം. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ മക്കൾ ചെങ്കടലിൻ്റെ തീരത്ത് എത്തി നിൽക്കുന്നത് പുറപ്പാട് ദിവസം 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ചെങ്കടലിൻ്റെ തീരത്ത് എത്തി നിൽക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ ഒരുമിച്ച് മോശയോട് പറയുന്ന കാര്യമുണ്ട്. അവർ പറയുന്നു, മിസ്രൈമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്? ഈ കടല് ഞങ്ങളെ മുക്കാൻ പോവാ. കാരണം പിറകിൽ ഫറവോനും സൈന്യവും വരുന്നുണ്ട്. മുന്നോട്ട് നോക്കിയാൽ ചെങ്കടലാണ്, പുറമോട്ട് നോക്കിയാൽ ഫറവോൻ്റെ സൈന്യമാണ്. പക്ഷെ എങ്ങനെ നോക്കിയാലും രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ല. സൈന്യത്തെ പിടിച്ച് മുന്നോട്ടോടിയാൽ കടൽ ഞങ്ങളെ വിഴുങ്ങും. ഇനി ഓടണ്ട, ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചാൽ ഫറവോനും സൈന്യവും ഞങ്ങളെ വെട്ടിക്കളയും. അപ്പോൾ ഇവർ കാണുന്നത് മരണമാണ് കാണുന്നു, ഇവർ കാണുന്നത് കടലാ കാണുന്നു, ഇവർ കാണുന്നത് ഫറവോൻ്റെ രഥചക്രങ്ങളാണ് കാണുന്നു, ഇവർ കേൾക്കുന്നത് കടലിരമ്പുന്നതാണ്, ഇവർ കേൾക്കുന്നത് ഫറവോൻ്റെ വെല്ലുവിളിയാണ്. അവർ മോശയ്ക്ക് വിപരീതമായി സംസാരിക്കാൻ തുടങ്ങി, കലഹിക്കാൻ തുടങ്ങി, മോശയോട് ബഹളം വെക്കാൻ തുടങ്ങി. മോശയോട് ആ ദേഷ്യമില്ല, നീയാ ഞങ്ങളെ വലച്ചു കളഞ്ഞത്, ഞങ്ങൾ മിസ്രൈമിലെങ്ങാണം കിടന്നോളായിരുന്നു, നീ വിളിച്ചോണ്ട് വന്ന് വഴിയിൽ ഞങ്ങളെ ഇപ്പം ശത്രു ഞങ്ങളെ കൊല്ലാൻ പോവാ, എന്തിനാ ഞങ്ങളോട് ഈ ചതിവ് ചെയ്തത്? കാരണം ഈ ജനം അവരുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്നത് വിശ്വസിച്ചു. ഇതിനപ്പുറം ഒന്നും അവർ കാണുന്നില്ല. സാധാരണക്കാരൻ അത്രേ കാണുന്നുള്ളൂ, സാഹചര്യങ്ങളെ മാത്രമേ കാണുന്നുള്ളൂ, കാണുന്ന യാഥാർത്ഥ്യങ്ങളെ കാണുന്നുള്ളൂ. പക്ഷേ
മോശ വിളിച്ചു പറഞ്ഞു, ഞാൻ വേറെ ഒന്ന് കാണുന്നുണ്ട്. ദൈവം ഒരുക്കാനുള്ള വഴി നിങ്ങൾ കണ്ടോളാൻ പറഞ്ഞു. അപ്പോൾ ഇരമ്പുന്ന കടലാണ് ജനം കണ്ടത്. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ കാണാത്തൊരു യാഥാർത്ഥ്യമുണ്ട്. ഈ കടലിൻ്റെ അകത്തൂടെ ദൈവം ഒരുക്കാനിരിക്കുന്ന ഒരു വഴിയുണ്ട്. എന്തെങ്കിലും ഒരു വഴി ഇല്ലെങ്കിൽ ദൈവം ഇതുവഴി ഞങ്ങളെ കൊണ്ടുവരത്തില്ലായിരുന്നു. ദൈവം തിരഞ്ഞെടുത്ത വഴിയായതെങ്കിൽ, വഴിയിൽ ദുർഘടങ്ങളുണ്ടെങ്കിൽ ദൈവം അത് നിരപ്പാക്കിക്കോളും. വഴിയിൽ വെള്ളമുണ്ടെങ്കിൽ ദൈവം അത് വറ്റിച്ചോളും. അതിന് മോട്ടറും വേണ്ട, പമ്പും വേണ്ട, ഒന്നും വേണ്ട, ഡാമും കെട്ടണ്ട. ദൈവം എന്നേലും വഴിയൊരു. യുക്തി കൊണ്ട് മോശയ്ക്ക് വിവരിക്കാൻ പറ്റത്തില്ല എങ്ങനെ വഴി ഒരുക്കാൻ പോന്നു. മോശ അവരോട് പറയുന്നില്ല, ഇപ്പം നോക്കിയോ കടൽ രണ്ടായിട്ട് മാറും, വഴി വരും, നമുക്കതിലേ പോകാം. മോശ പറഞ്ഞത്ര ദൈവം ഒരുക്കാനുള്ള വഴി ഞങ്ങൾ കണ്ടോണം. അപ്പം ജനത്തിൻ്റെ മനസ്സ് ചോദിക്കുന്നു, അപ്പോൾ ഈ പുറകെ വരുന്ന സൈന്യമോ, അവർ നമ്മളെ വെട്ടിക്കളയത്തില്ലയോ? മോശ പറയുന്നു, ഇന്ന് കാണുന്ന ഈ സൈന്യത്തെ നിങ്ങൾ ഇനി കാണത്തില്ല. അപ്പോൾ ജനം ശത്രുവിനെ കണ്ടു, കടലിനെ കണ്ടു, പ്രശ്നം കണ്ടു, പ്രതിസന്ധി കണ്ടു, വെല്ലുവിളി കണ്ടു. പക്ഷെ മോശ കണ്ടത് ഇതിൻ്റെ മധ്യേ ദൈവം ഒരുക്കുന്ന വഴി. ഈ ശത്രുവിനെ ദൈവം ഇല്ലായ്മ ചെയ്യുന്ന മാർഗം വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. മോശ വിശ്വാസത്താൽ വടി നീട്ടി, വെള്ളം ചിറ പോലെ നിർന്നു. ഉണങ്ങിയ നിലത്തൂടെ ഇസ്രായേൽ മക്കൾ കടന്നുപോയി അങ്ങേ കരയിലെത്തി. പിൻപിൽ വന്ന സൈന്യം ഇവർ ചെയ്തത് അതുപോലെ ചെയ്യാൻ തുനിഞ്ഞു. കടല് അവരെ മൂടുകയും ചെയ്തു. ഇത് മോശ വിശ്വാസത്താൽ കണ്ടു. മുന്നിൽ ചെങ്കടലാണെങ്കിലും പുറകിൽ വെല്ലുവിളിക്കുന്ന സൈന്യമാണെങ്കിലും അതിൻ്റെ മധ്യ അകക്കണ്ണുകൊണ്ട് ദൈവം ഒരുക്കാനുള്ള വഴി കാണും. ചെങ്കലിൻ്റെ നടുവിലും ഉണങ്ങിയൊരു വഴി ദൈവം വെട്ടിയിട്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഒരു വഴിയുണ്ട്. ഇപ്പോൾ അതിൻ്റെ പുറത്ത് ഇച്ചിരി വെള്ളം കയറി കിടക്കുക. സമയമാകുമ്പോൾ ദൈവം ആ വെള്ളം ചിറ പോലെ നിർത്തി അതിൻ്റെ നടുക്കൂട് ദൈവം എന്നെ അങ്ങേ കരയിൽ എത്തിക്കുമെന്ന് വിശ്വസിക്കണം. കാണുന്ന യാഥാർത്ഥ്യം കണ്ട് ഭയപ്പെടരുത്. കാണാത്തൊരു യാഥാർത്ഥ്യമുണ്ട്. അത് ദൈവം ഒരുക്കാനുള്ള വഴിയാണ്. അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്ന് ഒരു ദിവസം അബ്രഹാം ഇഷ്മയേലിനെയും ഹാഗാറിനെയും വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുകയായിരുന്നു. ദൈവം പറഞ്ഞതാണ്, സ്ത്രീയെയും മകനെയും പുറത്താക്കി കളയാന്ന് ദൈവം പറഞ്ഞു. ഇഷ്മയേലിനെയും ഹാഗാറിനെയും ദൈവം പറഞ്ഞതനുസരിച്ച് അബ്രഹാം വീട്ടിൽ നിന്ന് പറഞ്ഞു വിടും. പോകുന്ന സമയത്ത് അബ്രഹാം ഹാഗാറിൻ്റെ തുരുത്തിയിൽ ഒരു തുരുത്തി വെള്ളവും വട്ടിയിൽ കുറച്ച് അപ്പമൊക്കെ കൊടുത്തു. അപ്പോൾ അബ്രഹാം ചിന്തിച്ചത് ഈ അപ്പം തീരുന്നതിന് മുമ്പ്, ഈ വെള്ളം തീരുന്നതിന് മുമ്പ് ഹാഗാർ സുരക്ഷിതമായി എവിടെയെങ്കിലും ചെന്ന് ചേർന്നോളും. പക്ഷേ ഈ തുരുത്തിയിലെ വെള്ളവും കുടിച്ച് വട്ടിയിലെ അപ്പമൊക്കെ തിന്നിവർ യാത്ര ചെയ്ത് ബേർശേബ മരുഭൂമിയിലെത്തി. തികയുമെന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷേ തികഞ്ഞില്ല. അബ്രഹാമിൻ്റെ കണക്കൂട്ടലെല്ലാം തെറ്റി, ഹാഗാറിൻ്റെ കണക്കെല്ലാം തെറ്റി. പ്രിയരെ, ഒരു കാര്യം, നമുക്കൊക്കെ ഒരുപാട് കണക്കൂട്ടലുകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ കണക്കെല്ലാം തെറ്റുന്ന മരുഭൂമികളുണ്ട്. നമ്മൾ വിചാരിച്ചതുപോലെ എപ്പോഴും കാര്യങ്ങൾ നീങ്ങണമെന്നില്ല. തികയുമെന്ന് ചിന്തിച്ചത് ചിലപ്പം തികയാതെ വരും. കാണുമെന്ന് ചിന്തിച്ചത് നോക്കുമ്പോൾ തീർന്നെന്ന് മനസ്സിലാകും. അതാ ഹാഗാറിന് പറ്റിയത്. ബേർശേബ മരുഭൂമിയിൽ എത്തിയപ്പോൾ ബാലന് ദാഹിക്കുന്നു. തുരുത്തിയിലേക്കിട്ട് നോക്കിയപ്പോൾ ഒരു തുള്ളി വെള്ളവുമില്ല. പഴയ തുരുത്തിയുണ്ട്, പക്ഷേ വെള്ളമില്ലിപ്പം. ഒഴിഞ്ഞ തുരുത്തിയാണ് കാണുന്നത്. ഒഴിഞ്ഞ തുരുത്തി കണ്ട് ഹാഗാർ ഭയപ്പെട്ടു. ഇനി എവിടുന്നാ വെള്ളം? ഇനി വെള്ളത്തിനൊരു മാർഗവുമില്ല, കാരണം മരുഭൂമിയിലാണ്.
മരുഭൂമിയിൽ എവിടെയാണ് വെള്ളം കിട്ടുന്നത്? മരുഭൂമിയിൽ അടുത്തെങ്ങും വീടില്ലല്ലോ ഏതായാലും വീട്ടിൽ ചെന്ന് അല്പം വെള്ളം ചോദിക്കാൻ. മരുഭൂമി കിണറില്ലല്ലോ കോരി കുടിക്കാൻ. നീ എത്ര കുഴിച്ചാലും വെള്ളം കിട്ടത്തില്ലല്ലോ. അപ്പോൾ ഒരു കാര്യം ആഗാറിന് ബോധ്യമായി, ഈ ബാലൻ മരിക്കും. വെള്ളം കുടിക്കാതെ ബാലൻ മരിച്ചു പോകും. ആഗാർ പറഞ്ഞു, ബാലൻ്റെ മരണം എനിക്ക് കാണണ്ട, മരിക്കും, പക്ഷെ എനിക്കത് കാണണ്ട. ബാലനെ ഒരു അമ്പമ്പാട് ദൂരത്ത് കൊണ്ട് കിടത്തിയിട്ട് മരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഹാഗാർ ഇരുന്ന് കരയുക. അപ്പോഴാണ് യഹോവയുടെ ദൂതൻ ഹാഗാറിനെ തട്ടി ഉണർത്തിയിട്ട് അവിടെ കണ്ണ് തുറന്നു. അവൾ നോക്കുമ്പോൾ കാണുന്നത്, അവൾ ഇരിക്കുന്ന ഇടത്ത് ദൈവം ഒരു ഉറവ തുറന്നേക്കുക. ഒഴിഞ്ഞു തുരുത്തി ഒരു യാഥാർത്ഥ്യമാണ്. അത് കാണുന്ന യാഥാർത്ഥ്യം. പക്ഷെ കാണാത്തൊരു യാഥാർത്ഥ്യമുണ്ട്. ദൈവം തുറക്കാനിരിക്കുന്ന ഒരു ഉറവയുണ്ട്. അതെപ്പോഴാണ് തുറക്കുന്നത്? തുരുത്തിയിലേത് തീർന്നു കഴിയുമ്പോൾ, കയ്യിലുള്ളത് തീർന്നു കഴിയുമ്പോൾ, ഇനി അവശേഷിപ്പ് ഇല്ലാതെ വരുമ്പോൾ, ഇനി വേറെ വഴിയില്ലാതെ വരുമ്പോൾ, ഇനി വേറെ ആശ്രയമില്ലാതെ വരുമ്പോൾ, ഇനിയും സഹായിപ്പാൻ ആരുമില്ലാതെയാകുമ്പോൾ, ആശയറ്റ് കഴിയുമ്പോൾ ദൈവം അത്ഭുതത്തിൻ്റെ വഴി തുറക്കും. അവൾ എവിടെ ഇരുന്ന് കരഞ്ഞോ അവിടെ തന്നെ ദൈവം ഒരു ഉറവ തുറന്നു കൊടുത്തു. ആവശ്യത്തിലിരുന്ന് ദൈവത്തോട് നിലവിളിക്കുന്ന ഭക്തന് വേണ്ടി അവൻ നിലവിളിക്കുന്ന ഇടത്ത് തന്നെ ദൈവം ഉറവ തുറക്കുന്ന ദൈവമാണ്. മരുഭൂമിയിൽ വെള്ളമുണ്ടാകുമോ? ഇല്ല, സ്വാഭാവികമായിട്ടുണ്ടാകത്തില്ല. പക്ഷെ ദൈവത്തിന് ഉറവ തുറക്കാൻ കഴിയാത്ത ഒരു മരുഭൂമിയുമില്ല. ഏത് മരുഭൂമിയിലും ദൈവത്തിന് ഉറവ തുറക്കാൻ കഴിയും. മരണം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ബാലൻ്റെ നിലവിളി കണ്ടുകൊണ്ട് ഭാരപ്പെട്ടിരുന്ന ഹാഗാറിന് വേണ്ടി ദൈവം ഒരു ഉറവ തുറന്നെങ്കിൽ അത് കാണാത്ത ഒരു യാഥാർത്ഥ്യമാണ്. യാത്ര തിരിക്കുമ്പോൾ ആ യാഥാർത്ഥ്യം കണ്ടില്ല. നിരാശ തോന്നിയപ്പോൾ ആ യാഥാർത്ഥ്യം കണ്ടില്ല. പക്ഷെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഇതുവരെ കാണാത്ത യാഥാർത്ഥ്യങ്ങൾ ദൈവം കാണിക്കാൻ തുടങ്ങും. വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് ദൈവം തുറക്കുന്ന ഉറവകൾ ഇന്ന് കാണണം. ഒഴിഞ്ഞുപോയ തുരുത്തി മാത്രം കണ്ടുകൊണ്ട് ദൈവം ഇനിയൊന്നുമില്ലല്ലോ, ഇനിയൊരു ശേഷിപ്പും ഇല്ലല്ലോ, ഇനിയൊരു വഴിയുമില്ലല്ലോ എന്ന് പറഞ്ഞ് നിരാശപ്പെടരുത്. കാണുന്ന യാഥാർത്ഥ്യങ്ങൾക്കപ്പുറം കാണാത്ത യാഥാർത്ഥ്യങ്ങളുണ്ട്. അത് ദൈവത്തിൻ്റെ കരുതലുകളാണ്, ദൈവത്തിൻ്റെ വഴികളാണ്, ദൈവം തുറക്കാനിരിക്കുന്ന ഉറവകളാണ്. നമ്മൾ നേരത്തെ ഒരു ബാലനെക്കുറിച്ച് പറഞ്ഞല്ലോ, എലിശയുടെ ബാല്യക്കാരൻ. എലിശ ഒരിക്കൽ ആരാമ്യ രാജാവ് ഇസ്രായേലുമായിട്ട് യുദ്ധമുണ്ടായ സമയത്ത് ആരാമ്യർ എലിശ പ്രവാചകനെ പിടിക്കാനായിട്ട് വന്നു. എലിശ ഇന്നടത്തുണ്ടെന്ന് അറിവ് കിട്ടിയിട്ട് ഒരാളെ അയച്ചതാണ്. അങ്ങനെ എലിശയുടെ ഭൃത്യൻ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുന്നു. നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, രാജാക്കന്മാർ 2-ാം പുസ്തകം 6-ാം അധ്യായം 13-ാം വാക്യം. നിങ്ങൾ ചെന്ന് അവൻ എവിടെ ഇരിക്കുന്നുവെന്ന് നോക്കുവിൻ, ഞാൻ ആളയച്ചവനെ പിടിപ്പിക്കുമെന്ന് അവൻ കൽപ്പിച്ചു. അവൻ ദോഥാനിലുണ്ടെന്ന് അവൻ അറിവ് കിട്ടി. അവൻ അവിടെയൊക്കെ ശക്തിയുള്ള സൈന്യത്തെ കുതിരകളും രഥങ്ങളുമായി അയച്ചു. അവർ രാത്രിയിൽ ചെന്ന് പട്ടണം വളഞ്ഞു. അതൊരു യാഥാർത്ഥ്യമാണ്. ശത്രു സൈന്യം വന്നെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നതും കണ്ടു. അതും യാഥാർത്ഥ്യമാണ്. അപ്പോൾ ബാല്യക്കാരൻ എഴുന്നേറ്റ് അവൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ശത്രു സൈന്യം വളഞ്ഞിരിക്കുന്നത് കണ്ടു. അവനിതേ കാണാൻ പറ്റും. അവൻ ഇത് കണ്ട് പേടിച്ചു. ഇത് കണ്ട് പേടിച്ചിട്ട് ബാല്യക്കാരൻ എലിശയോട്, അയ്യോ യജമാനെ, നാം എന്ത് ചെയ്യും? ഇനിയൊന്നും ചെയ്യാനില്ല, നമ്മൾ അകപ്പെട്ടു പോയി.
ഇനി നമ്മളെ ആര് രക്ഷിക്കും? ഇനി എങ്ങനെ മുന്നോട്ട് പോകും? അകപ്പെട്ടു പോയെന്നാവും പറയുന്നത്. അയ്യോ യജമാനനെ, ഇനി നമ്മൾ എന്നാ ചെയ്യും? പലപ്പോഴും നമ്മളും പറഞ്ഞു, ഇനിയിപ്പോൾ എന്നാ ചെയ്യാനാ? ആകെ വലഞ്ഞു പോയി, ആകെ പിശാചെടുത്തിട്ട് ഉരുട്ടുക, ശത്രു സൈന്യം വളഞ്ഞേക്കുക. ഇവൻ കണ്ടതാ ഇവൻ വിളിച്ചു പറഞ്ഞത്. പക്ഷെ ഇവൻ കാണാത്തത് ഏലിശ കണ്ടു. ഏലിശ അത് കണ്ടേച്ച് പറഞ്ഞു, അയ്യോ യജമാനനെ, നാം എന്ത് ചെയ്യുമെന്ന് അവൻ പറഞ്ഞപ്പോൾ പറയുന്നു, പേടിക്കണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമാണ്. ശത്രുക്കളെ മാത്രമേ ബാല്യക്കാരൻ കണ്ടുള്ളൂ. പക്ഷേ ഏലിശ കണ്ടത് തന്നോട് കൂടെയുള്ള അദൃശ്യമായ ഒരു സൈന്യത്തെ കണ്ടു. അതിവന് കാണാൻ പറ്റുന്നില്ല. അവനിത് കാണാത്തത് കൊണ്ട് അവൻ നിലവിളിക്കുന്നത്. അപ്പോൾ ഏലിശ പ്രാർത്ഥിക്കും, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവൻ്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. അഥവാ ഇവൻ്റെ അകത്തെ കണ്ണ് തുറക്കണം. ഏലിശ കണ്ടത് ഇവനും കാണണം, എങ്കിലേ ഇവൻ്റെ ഭയം പോത്തുള്ളൂ. ഉടനെ യഹോവ അവൻ്റെ കണ്ണ് തുറന്നു. ഏലിശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. നേരത്തെയും കണ്ടു. എന്തോ കണ്ടു? ശത്രു സൈന്യം ഇവരെ വളഞ്ഞേക്കുന്നത് കണ്ടു. പക്ഷെ ഏലിശ പ്രാർത്ഥിച്ച് അവൻ്റെ അകത്തെ കണ്ണ് തുറന്നു. അകത്തെ കണ്ണ് തുറന്നപ്പോൾ നേരത്തെ കാണാത്ത വേറൊരു സൈന്യത്തെ കണ്ടു. അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുക. ഇത് ഏലിശ നേരത്തെ കണ്ടച്ചാ പറഞ്ഞ നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമാണെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ സംരക്ഷണം കാണണം, ദൈവത്തിൻ്റെ കാവൽ കാണണം. നമ്മൾ ശത്രുവിനെ മാത്രമാണ് കാണുന്നത്. പക്ഷെ അവരെ തോൽപ്പിക്കേണ്ടതിന് ദൈവം തൻ്റെ സൈന്യത്തെ ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ പുറമേയുള്ള കണ്ണുകൊണ്ട് കാണുന്നതിനെ ഭയപ്പെട്ട് അയ്യോ ഇനി നാം എന്ത് ചെയ്യുമെന്ന് അലറിക്കരയാതെ, കാണുന്ന യാഥാർത്ഥ്യങ്ങൾക്കപ്പുറം കാണാത്ത യാഥാർത്ഥ്യമുണ്ട്. ദൈവത്തിൻ്റെ വഴിയുണ്ട്, ദൈവത്തിൻ്റെ ഉറവയുണ്ട്, ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്, ദൈവത്തിൻ്റെ സൈന്യമുണ്ട്. പ്രിയപിതാവേ, പലപ്പോഴും ഞങ്ങളുടെ കണ്ണിന് മുൻപ് കാണുന്ന യാഥാർത്ഥ്യങ്ങൾ കണ്ട് ഞങ്ങൾ ഭയപ്പെട്ട് നിലവിളിക്കുന്നവരാണ്. പക്ഷെ ഞങ്ങൾ കാണാത്ത വഴികളും കാണാത്ത കരുതലുകളും കാണാത്ത ഉറവകളും കാണാത്ത സൈന്യവും അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുള്ളതിനായിട്ട് സ്തോത്രം. അങ്ങ് കാണുന്നത് പോലെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും കണ്ട് ധൈര്യത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. മഹത്വം അങ്ങേക്ക്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥന വിഷയങ്ങളും ഞങ്ങളെ അറിയിച്ചാലും. ഞങ്ങളുടെ വിലാസം: പാസ്റ്റർ ഡോക്ടർ ഫിലിപ്പി തോമസ്, ബെത്ലഹേം മിനിസ്ട്രീസ്, താമലാക്കൽ PO, ഹരിപ്പാട് 690549. ഫോൺ 0479 241 9821 960 552 1715.